തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഒപ്പനവേദി സന്തോഷത്തെക്കാളേറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് സമ്മാനിച്ചത്. സമയം ഏറെ വൈകി നടന്ന ഒപ്പന മത്സരത്തിൽ ഭൂരിഭാഗം കുട്ടികളും ശ്വാസം ലഭിക്കാതെയും ശാരീരിക അവശതകൾ അനുഭവിച്ചും കുഴഞ്ഞു വീണു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാം നമ്പർ വേദിയിലാണ് ഒപ്പന മത്സരം നടന്നത്. അസമയത്ത് നടന്ന മത്സരത്തിനിടയിൽ മത്സരാർത്ഥികൾ കുഴഞ്ഞു വീണു. പലരും ശ്വാസം കിട്ടാതെ പിടഞ്ഞു. സ്റ്റേജിൽ നിന്ന് കുട്ടികളുടെ കരച്ചിലുയർന്നു. ആംബുലൻസുകൾ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞു. പോലീസ് വാഹനങ്ങളിലും കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു. വൈദ്യസഹായം നൽകേണ്ട മെഡിക്കൽ സംഘം സ്ഥലത്തുണ്ടായിരുന്നില്ല. സംഘാടക സമിതിയുടെ പിഴവ് പറയാതിരിക്കാൻ കഴിയില്ല. വേദിയുടെ അസൗകര്യവും മത്സരാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു. മുമ്പുള്ള മത്സരങ്ങൾ തുടങ്ങാൻ സമയം വൈകിയതാണ് ഒപ്പന മത്സരത്തെ പ്രതികൂലമായി ബാധിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കേണ്ട UP വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചത് 5 മണിക്കാണ്. 3 മണിക്ക് നടക്കേണ്ട ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം ആരംഭിച്ചതാകട്ടെ രാത്രി 9 മണിക്ക് ശേഷവും. ഇതോടെ ഒപ്പന മത്സരങ്ങൾ അവസാനിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ 12:30. ഹൈസ്കൂൾ വിഭാഗത്തിലെ മത്സരാർത്ഥികളാണ് ഏറെ ദുരിതമനുഭവിച്ചത്. രാവിലെ മുതൽ മേക്കപ്പ് ചെയ്ത് ആടയാഭരണങ്ങൾ ധരിച്ച് കാത്തിരുന്ന കുട്ടികൾ രാത്രിയായപ്പോൾ തളർന്നു. അരപ്പട്ട ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ വലിച്ചു മുറുക്കി കെട്ടിയതിനാൽ ശരിയായ രീതിയിൽ ശ്വാസം കിട്ടാത്തതാണ് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. കൃത്യമായി വെള്ളവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തതും കുട്ടികളെ ക്ഷീണിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചാവക്കാട് MRRM സ്കൂൾ ടീമിലെ 6 കുട്ടികളാണ് മത്സരം കഴിഞ്ഞയുടൻ കുഴഞ്ഞു വീണത്. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും മത്സരാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കേണ്ട കോൽക്കളി മത്സരമാണ് ഇപ്പോൾ വേദി മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരങ്ങൾ കൃത്യമായ സമയത്ത് ആരംഭിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സംഘാടകർ തയ്യാറാകണം. അല്ലെങ്കിൽ ആഘോഷമായി നടത്തേണ്ട കലോത്സവങ്ങൾ ദുരിതത്തിന്റെയും ദുഃഖത്തിന്റെയും വേദിയായി മാറും. കുറ്റപ്പെടുത്തിയതല്ല, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി.